എക്സ്വെൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുള്ളൽക്കാരുടെ കഥകൾ ഞാൻ ഇതിനു മുന്നേ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തുള്ളൽക്കാരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നത്തെ വീഡിയോ വഴി നമുക്കത് മനസ്സിലാക്കാം. നമ്മളിന്ന് അമ്പലങ്ങളിൽ കാണുന്ന ഒന്നാണ് തുള്ളൽ. ദേവിക്കും വീരഭദ്രനും മുത്തപ്പനും വിഷ്ണുമായ്ക്കും എന്നു വേണ്ട അമ്പലത്തിൽ ഏതൊക്കെ മൂർത്തികളുണ്ടോ അവർക്കെല്ലാം തുള്ളൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിന് അവർ ഉത്സവത്തിന് മുന്നേ തന്നെ 21 അല്ലെങ്കിൽ 41 ദിവസം നൊയമ്പെടുത്താണ് ഉത്സവ ദിവസം തുള്ളുന്നത്. പലവർണ്ണപ്പൊടി കൊണ്ട് വരച്ച ദേവിയുടെയോ വിഷ്ണുമായുടെയോ കളത്തിന് മുന്നിൽ വിളക്ക് വെച്ച് ആ കളത്തിന് വലം വെച്ച് മുതിർന്ന കാരന് വരെ തൊട്ടുവന്നിക്കും. മേളത്തിൻ്റെയും കളമെഴുത്തുപാട്ടിൻ്റെയും താളം മുറുകുമ്പോൾ അവരിലേക്ക് ദേവി കുടികയറും. എന്നിട്ട് വാളും ചിലമ്പും പിടിച്ച് ഉറഞ്ഞു തുള്ളും. ഉഗ്രരൂപത്തിൽ കളമാക്കും. ഭക്തർക്ക് അനുഗ്രഹവും കൂട്ടത്തിൽ ചിലരെ ശാസനകളുമായി. കുറച്ചു നേരം കഴിഞ്ഞ് ദേവി അയാളിൽ നിന്നും ഇറങ്ങിപ്പോകും. പിന്നെ ആരും ആ തുള്ളൽക്കാരനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കാരണം ദേവി അയാൾക്കൊപ്പമില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് തുള്ളൽ നിസ്സാരമായ ഒന്നല്ല. വളരെ ഭാരം കൂടിയ ചിലമ്പും വാളും പിടിച്ചാണ് ഇവർ തുള്ളുന്നത്. ഇതൊരാൾക്ക് വെറുതെ കയ്യിൽ പിടിച്ച് നിൽക്കുക തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഇട്ട് തുള്ളുന്ന കാര്യം പറയാനില്ലല്ലോ. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു കാര്യമാണ്. അതിനു മുന്നേ ഞാൻ പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരിക്കൽ ഒരു നാട്ടിൻപുറത്ത് മനോഹരമായ പാടത്തിൻ്റെ കരയിൽ ഒരു വിഷ്ണുമായ ക്ഷേത്രമുണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവിടെ സ്വാമിക്ക് കള്ളും കളമ്പാട്ടും നടത്തി വന്നിരുന്നത്. അന്ന് ആ നാട്ടിലെ എല്ലാവരും സ്വാമിയെ കാണാൻ അവിടെ എത്തും. അന്ന് എല്ലാവരും സ്വാമിക്ക് കള്ളും കോഴിയും സമർപ്പിക്കും. അന്നേ ദിവസം അവിടെ സ്വാമിക്ക് തുള്ളലുമുണ്ടാകും. തുള്ളൽക്കാരനാണെങ്കിൽ അധികം പ്രായമാകാത്ത ഒരാളാണ്. അയാളുടെ അച്ഛൻ്റെ മരണശേഷം അയാളിൽ നിന്നും ഒഴിഞ്ഞു കിട്ടിയതാണ് ഈ ചെറുപ്പക്കാരന് വിഷ്ണുമായ സ്വാമിയുടെ തുള്ളൽക്കാരൻ ആവാനുള്ള പദവി. വിഷ്ണുമായ സ്വാമിക്ക് ഭക്തരുണ്ടെങ്കിൽ കൂടിയും കൂടോത്രം ചെയ്യുന്നവരാണെന്നാണ് വിഷ്ണുമായ സേവകരെ ആദ്യകാലങ്ങളിൽ എല്ലാവരും പറഞ്ഞിരുന്നത്. ഈ തുള്ളക്കാരനെയും എല്ലാവരും അങ്ങനെ തന്നെ വിളിച്ചു തുടങ്ങി. കൂടോത്രം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അയാളെ എല്ലാവരും ഒറ്റപ്പെടുത്തും. അങ്ങനെ പല കാര്യങ്ങളിൽ നിന്നും അയാൾക്ക് വ്യസനമുണ്ടായി. അയാൾക്ക് ഈ പണി മടുത്തു. സ്വതവേ ഇയാൾക്ക് തുള്ളലിൽ ഒന്നും വലിയ വിശ്വാസമില്ല. എങ്കിലും അച്ഛനെ ഓർത്ത് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ വീണ്ടും അടുത്ത ഉത്സവകാലമെത്തി. തുടക്കത്തിൽ തന്നെ അയാൾ അമ്പലത്തിൽ പറഞ്ഞു, ഇനി ഞാനിവിടെ വിഷ്ണുമായ സ്വാമിക്ക് തുള്ളില്ല, വേറെ ആളെ നോക്കിക്കോ എന്ന്. അതേ ചൊല്ലി അമ്പലത്തിൽ ഇയാളെ തിരിച്ചു വിളിക്കാൻ ഒരുപാട് ചർച്ചകൾ നടന്നു. ഇയാൾ അമ്പിനും വില്ലിനും അടുത്തില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അമ്പലത്തിലുള്ളവർ മറ്റൊരു തുള്ളൽക്കാരനെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തി. ഉത്സവ ദിവസമായി. അമ്പലമുറ്റത്ത് ചാത്തൻ്റെ കളം വരച്ചു. കളമ്പാട്ടും ആരംഭിച്ചു. ഈ സമയം പാടത്തിന് നേരെ അപ്പുറത്തെ കരയിലുള്ള ഷാപ്പിലിരുന്ന് പഴയ തുള്ളക്കാരൻ ഈ കളമ്പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു അയാൾ. അങ്ങനെ കളമ്പാട്ട് കഴിയാറായി. ചാത്തൻ കളത്തിൽ തുള്ളിയാടാൻ സമയമായി. എന്നിട്ടും ക്ഷണിച്ചു വരുത്തിയ തുള്ളൽക്കാരനിലേക്ക് സ്വാമി കയറുന്നില്ല. പുതിയ തുള്ളക്കാരൻ ചാത്തൻ സ്വാമിക്ക് വേണ്ടി തുള്ളാതായപ്പോൾ കളമ്പാട്ടുകാരും ചെണ്ടക്കാരും പരസ്പരം നോക്കി. കണ്ണുകൊണ്ട് ആംഗ്യങ്ങൾ കാണിച്ചു. ഇനി ഇയാൾ തുള്ളില്ലേ എന്നൊക്കെയായിരുന്നു കളമ്പാട്ടുകാരുടെയും ചെണ്ടക്കാരുടെയും ആദി. എത്ര നോക്കിയിട്ടും അയാൾക്ക് തുള്ളാൻ പറ്റുന്നില്ല. പാട്ടുകാർ പാട്ടിൻ്റെ ശബ്ദം കൂട്ടി.
ചെണ്ടക്കാർ മേളം മുറുക്കി. ഒരു രക്ഷയുമില്ല. ഭക്തർ അടക്കം പറഞ്ഞു തുടങ്ങി. ഇത് ചാത്തന്റെ കോപത്തിന് കാരണമാകുമോ? കളംപാട്ടുകാർ പാടിത്തളർന്നു, കൊട്ടുകാർ കൊട്ടിത്തളർന്നു. പുതുതായി വന്ന തുള്ളൽക്കാരൻ കളത്തിനു ചുറ്റും വലം വെച്ച് തളർന്നു. ഭക്തരെല്ലാം സങ്കടത്തിലായി. ഈ വട്ടം വിഷ്ണുമായ സ്വാമി തുള്ളി വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. പുതിയ തുള്ളൽക്കാരനും മാനസികമായി സങ്കടത്തിലായി. ഒരു അമ്പലത്തിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് അയാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നത്. അത് അയാളിൽ നിരാശയുണ്ടാക്കി. അങ്ങനെ മേളം അവസാനിപ്പിക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ പാടത്തിൻ്റെ അപ്പുറത്തുള്ള കള്ളഷാപ്പിൽ നിന്നും വലിയൊരു അലർച്ച. ആരോ അവിടെ നിന്നും അലറി ഓടി വരുന്നത് പോലെ. പെട്ടെന്ന് തന്നെ കളംപാട്ടുകാർ പാട്ടു നിർത്തി, മേളക്കാർ കൊട്ടു നിർത്തി. ക്ഷേത്രത്തിൽ അന്ന് ഇരുട്ടിൽ ചീവീടിൻ്റെ ശബ്ദം മാത്രം. അതാ ആ ചീവീടിൻ്റെ ശബ്ദങ്ങളെല്ലാം കീറി മുറിച്ചുകൊണ്ട് വെടിയുണ്ട പോലെ ഒരാൾ പാഞ്ഞു വരുന്നു. ആ പാഞ്ഞു വരുന്ന ആൾ വേറെ ആരുമല്ല, പഴയ തുള്ളൽക്കാരൻ തന്നെ. അയാൾ ഓട്ടത്തിൽ ഇടയ്ക്ക് വീഴുന്നു. അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് വീണ്ടും അമ്പലത്തിലേക്ക് ഓടുന്നു. ഓട്ടത്തിൽ തന്നെ കുടിച്ച കള്ളെല്ലാം ഛർദ്ദിച്ചു കളയുന്നു. നേരെ വന്ന് അയാൾ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളത്തിലേക്ക് ഒറ്റച്ചാട്ടം. വെള്ളത്തിൽ അലകൾ മാത്രം. വെള്ളത്തിൻ്റെ അലകൾ തകർത്ത് അതാ അയാൾ ശക്തിയിൽ വെള്ളത്തിൽ നിന്നും ചാടിക്കരയിലേക്ക്. അത് കണ്ട് സന്തോഷം കൊണ്ട് കളംപാട്ടുകാർ കൊട്ടും പാട്ടും ആരംഭിച്ചു. അതാ എല്ലാവരും കാത്തിരുന്ന ചാത്തൻ സ്വാമി പഴയ തുള്ളൽക്കാരനിലേക്ക് തന്നെ കയറി ഭക്തരുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. സ്വാമിയുടെ തുള്ളൽ കണ്ട് ജനങ്ങൾ കൈകൂപ്പി തൊഴുതു നിന്നു. പിന്നീട് എന്നും ആ അമ്പലത്തിൽ അയാൾ തന്നെയായിരുന്നു തുള്ളൽക്കാരൻ. ഇത് ഒരു കഥ മാത്രമാണ്, പക്ഷേ ഇതിൽ സത്യവുമുണ്ട്. ഒരുപാട് പേർ വിഷ്ണുമായയുടെ കോമരമാകാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. അവരിലെ ഭക്തിയാണല്ലോ അവരെ അങ്ങനെ സ്വാമിയിലേക്ക് കൂടുതലടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങളെ സ്വാമിയുടെ കോമരമായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏതമ്പലത്തിൽ സ്വാമിയെയാണ് ആരാധിക്കുന്നത്, ആ അമ്പലത്തിലെ കളംപാട്ടിന് നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും തുള്ളിയിരിക്കും. അങ്ങനെ കുറച്ചുപേരെ എനിക്കറിയാം. ചെറുപ്പത്തിൽ തന്നെ സ്വാമിയുടെ കോമരമായി നിന്ന് കുറച്ച് പ്രായമാകുമ്പോൾ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം വിദേശത്ത് പോയി. പക്ഷേ ഉത്സവ ദിവസം അവർ ജോലിസ്ഥലത്തോ പണിസ്ഥലത്തോ അല്ലെങ്കിൽ മുറിയിലോ വെച്ച് തുള്ളും. അപ്പോൾ തന്നെ അവിടെ നിന്നും പിരിച്ചുവിടുകയും ചെയ്യും. പിന്നീട് അവർക്ക് വേറെ നാട്ടിൽ ഒരു ജോലിക്കും പോകാൻ പറ്റില്ല. എപ്പോഴും ആ അമ്പലത്തിലെ കാര്യങ്ങളുമായി നടക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് യഥാർത്ഥ കോമരത്തിൻ്റെ കാര്യമാണ് കേട്ടോ, ഒരിക്കലും കള്ളത്തുള്ളൽ തുള്ളുന്നവരുടെ അല്ല. അപ്പോൾ തുള്ളൽക്കാരനാകണം എന്നാഗ്രഹിക്കുന്നവർ ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.